നമ്മളെ സഹജവാസന ഇതുമായിട്ട് ഞാനിത് കയറി വരാനുള്ള ഒരു കാര്യം തന്നെ ആ ഒരു സംഭവമാണല്ലോ. അപ്പൊ ഈ അതെ. സഹജവാസന, ജന്മവാസന, അപ്പൊ ഇത് രണ്ടും കുറിച്ച് പറഞ്ഞു. അവരോട് ചോദിച്ചാൽ അവർക്ക് അത്ര ഒരു വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞെന്തൊക്കെ, പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ സഹജവാസന, ജന്മവാസന ഇത് രണ്ടും ഒന്നാണോ അത് രണ്ടാണോ? ഒപ്പം അതിനോട് തന്നെ ഈ സഹജാവബോധം ഇതുമായിട്ട് ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ അത്രേ ഉള്ളൂ. ഓക്കെ ഒരു എക്സാമ്പിൾ കൂടെ. ഓക്കെ ഓക്കെ മോറോർലെസ് രണ്ടും ഒന്നാണ്. അതായത് സഹജവാസനയും ജന്മവാസനയും ഒന്നാണ്. ജനിക്കുമ്പോൾ കിട്ടുന്ന വാസനയാണ് സഹജവാസന എന്ന് പറയാം. പക്ഷെ ഇതിന് നമ്മൾ കുറച്ചുകൂടെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സഹജവാസന എന്ന് വെച്ചാൽ ഒരു ജീവിക്ക് സഹജമായി ഉണ്ടായിരിക്കുന്ന വാസന. ആ വാക്യാർത്ഥം പ്രകാരം സഹജമായി ഉണ്ടായിരിക്കുന്ന വാസന. ജന്മവാസന എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ പശ്ചാത്തലങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു ജന്മം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ്, ആ ജീവി ഉണ്ടായത് എന്തിനു വേണ്ടിയാണോ ആ പർപ്പസ് എന്നുള്ള അർത്ഥത്തിലാണ് ജന്മവാസന എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്കും കൃഷ്ണൻകുട്ടിക്കും മനുഷ്യരെന്നുള്ള രീതിയിൽ സഹജവാസന ഒന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ സന്തോഷ് ഒളിമ്പസിന്റെയും കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഡെപ്യൂട്ടി തഹസിൽദാരുടെയും ജന്മനിയോഗങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള താല്പര്യങ്ങൾ വ്യത്യാസമുണ്ടാവും. ഈ താല്പര്യ വ്യത്യാസത്തെയാണ് ജന്മവാസനകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ സഹജവാസന, ജന്മവാസന എന്ന് പറയുമ്പോൾ ഒന്നാണെങ്കിൽ പോലും സഹജം എന്ന് പറയുന്ന ഒരു ജീവി എന്നുള്ള അർത്ഥത്തില് മനുഷ്യൻ എന്നുള്ള ജീവിക്കുള്ള സഹജവാസന എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സത്താ സഹജവാസന എന്ന് പറയുന്നത് അതിന്റെ കൂടെയുള്ള, അത് ജനിക്കുന്ന സമയത്ത് സഹജമായിട്ടുള്ള വാസന, ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ, മറ്റേ വിസർജിക്കാനുള്ള തോന്നൽ, ലൈംഗികതയുള്ള തോന്നൽ, ഇതൊക്കെ സഹജവാസനകളിൽ പെട്ടതാണ്. ജന്മവാസന എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പാട്ടുപാടാനുള്ള ശേഷി എനിക്ക്, കൃഷ്ണൻകുട്ടിക്ക് ഇപ്പോ ചിന്തിക്കാനുള്ള ശേഷി, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു അധികാരിയുടെ ശേഷി, ഇത് ജന്മത്വം നമ്മുടെ ധർമ്മപ്രകാരം നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. ഈ രീതിയിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് അതിനകത്തുണ്ട്. നമ്മൾ അതിനകത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഡിഫറൻസ് കാണേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയുമ്പോൾ സഹജവാസനയും ജന്മവാസനയും ഒന്ന് തന്നെ. അപ്പൊ ഇതാണ് പ്രൈമറിലി ഉള്ള വ്യത്യാസം. അതല്ലേ ആദ്യ ചോദ്യം? അതെ അതെ, അതായത് നമ്മുടെ ജന്മവാസന എന്ന് പറയുമ്പോഴേക്ക് വ്യത്യസ്തമായിരിക്കും പലരിലും. പക്ഷെ സഹജവാസന മിക്കവാറും എല്ലാവരിലും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോ ഒരു ജീവിയെ പർട്ടിക്കുലർലി എടുത്തു പറയുന്ന സമയത്ത് അയാളുടെ ജന്മവാസന ആണ്, ഇപ്പൊ പാട്ടുപാടാനുള്ള അയാളുടെ ജന്മവാസനയാണ്, അല്ല അയാളുടെ സഹജവാസനയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സഹജവാസന എന്ന് പറയുമ്പോൾ ജനറലി ഒരു സ്പീഷീസിന് ഉണ്ടാകുന്ന വാസന. ജന്മം എന്ന് പറയുമ്പോൾ ആ ജന്മം ജനിച്ച പർപ്പസ് എന്നുള്ളതുമായിട്ട് ചേർത്ത് വേണം വായിക്കാൻ. രണ്ടും സാധാരണ രീതിയിൽ ഒരേ കോണ്ടക്സ്റ്റിലാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളത് കുറച്ചുകൂടെ കീനായിട്ട് പോകുന്ന സമയത്ത് രണ്ടിനെ മാറ്റി പറയാം, മനസ്സിലാക്കാം. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് സഹജാവബോധം എന്ന് പറയുമ്പോൾ ഒരു ജീവി ഉണ്ടാകുന്ന സമയത്ത് ആ ജീവിക്കുള്ള ബേസിക് ആയിട്ട് ഞാൻ ഇന്നതാണ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടല്ലോ. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ചിന്തയില്ല, തിരിച്ചറിവില്ല, ഓർമ്മയില്ല, ഒന്നുമില്ല. പക്ഷെ അതിന് വിശപ്പുണ്ട്, അതിന് വിസർജന ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ അത് എന്താണ്, പ്യുവർലി അതെന്താണോ അതെന്താണെന്ന് അതിനറിയാം. അധികമായി ഒന്നും അതിനകത്തേക്ക് കയറിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അതിനെന്താണ് സ്വയം അറിയുന്നത്? ഞാൻ പറഞ്ഞ അറിവിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. അത് ഞാൻ ഇന്നടത്ത് ഇന്നയാളുടെ മകനാണ്, ഞാനൊരു കുട്ടിയാണ്, ആണാണ്, പെണ്ണാണെന്ന് ഒന്നും അറിയില്ല. ഞാനൊരു ശരീരമാണെന്നുള്ള കാര്യം പുള്ളിക്കറിയാം. ശരീരം എന്നുള്ള പദം അറിയില്ല, ശരീരത്തിന്റെ രൂപം അറിയില്ല, ശരീരത്തിന്റെ സ്പേസ്, തലകാല രൂപഭാവ ഭാവങ്ങൾ ഒന്നും അറിയില്ല. പക്ഷെ താൻ ഒരു ശരീരമാണെന്നുള്ള അവബോധം അവിടെയുണ്ട്. ഇതിന്റെ തന്നെ എക്സ്റ്റൻഷനാണ് വളർന്നു വരുമ്പോൾ സമയത്ത് ഉണ്ടാവുന്നത്. നമുക്ക് ഈ പ്രായം എത്തുമ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ഒരു അവബോധമുണ്ട്. അപ്പൊ ഈ സഹജാവബോധത്തെ തുടർന്നാണ് പിന്നെ ജീവിതക്രമങ്ങളിലേക്ക് ചെന്നുപെടുമ്പോൾ അതിനകത്ത് ചില പരുവപ്പെടല വന്നിട്ട് ശിക്ഷിതാവബോധം ഉണ്ടാവുന്നത്. അങ്ങനെ ശിക്ഷണം കിട്ടി കുറച്ചു കാലം പോകുമ്പോഴോ ഇതിങ്ങനെയാണെന്നുള്ള ആശയപരമായിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ധാരണാപരമായ ഒരു അറിവ് ഉണ്ടാവുന്നത്, വിശ്വാസങ്ങൾ, അതാണ് ധാരണാവബോധം. അത് കഴിഞ്ഞ് കുറെ കൂടെ പോകുമ്പോഴാണ് അതിന്റെ മുകളിൽ നമുക്ക് താൽക്കാലികമായിട്ട് ക്ഷണികമായിട്ടുള്ള ഭാവനകളും യുക്തികളൊക്കെ ഉണ്ട്. അതിനെ ഭാവനാവബോധം എന്ന് പറയും.
അതിലേക്ക് അപ്പുറത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് പിന്നീട് അതിനെ വസ്തുനിഷ്ഠമായിട്ട് ഇത് ഇത്രയാണ്, അത് അത്രയാണ്, അയാൾക്ക് ഇത്ര പൊക്കമുണ്ട്, ഇത് ഇവിടെ ഇന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് അടുത്ത സ്റ്റേജ്, പ്രേരണാവബോധം. അപ്പോൾ പ്രേരണാവബോധം, ഭാവനാവബോധം, ധാരണാവബോധം, ശിക്ഷിതാവബോധം, സഹജാവബോധം എന്ന് പറയുന്ന 5 അവബോധങ്ങളെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സഹജാവബോധം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ചോദനയായിട്ടോ അടിസ്ഥാന വെളിച്ചം, എന്താ പറയാ, വെളിച്ചപ്പാട് എന്നൊക്കെ പറയുന്നതിൽ ആ വെളിച്ചപ്പെടൽ ഉണ്ടല്ലോ, ആ വെളിച്ചപ്പെടൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ സംഭവമാണ് സഹജാവബോധം. അത് നമ്മുടെ അടിസ്ഥാന ചോദനകളുടെ കാര്യത്തിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശീലങ്ങളുടെ രൂപത്തിൽ വരുന്ന ശിക്ഷിതാവബോധം. മൂന്നാമത് വിശ്വാസ വ്യവസ്ഥയുടെ രൂപത്തിൽ വരുന്ന മൂന്നാമത്തെ അവബോധം. നാലാമത് യുക്തിയുടെ രൂപത്തിൽ വരുന്ന നാലാമത്തത്. അഞ്ചാമത്തത് സ്ഥിതി വിവരങ്ങളുടെ രൂപത്തിൽ വരുന്നത്. ഇങ്ങനെ 5 തരം അവബോധങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒറിജിനൽ ആയിട്ടുള്ള പ്രൈം ആയിട്ടുള്ള അവബോധമാണ് ഈ സഹജാവബോധം എന്ന് പറയുന്നത്. ഈ അവബോധം ഉള്ള ഒന്നിനെ തിരിച്ചറിയാൻ വേണ്ടി, അവബോധമുള്ള ഒരവസ്ഥയിൽ എന്തൊക്കെയാണോ അതിനകത്ത് ഉള്ളത്, അത് എന്ത് ചെയ്യാനുള്ള ധർമ്മം പ്രകാരമാണ് രൂപപ്പെട്ടിട്ടുള്ളത്, ആ ധർമ്മത്തിലേക്കുള്ള തോന്നലുകളാണ്, ധർമ്മം ചെയ്യാനുള്ള തോന്നലുകളായിട്ടാണ്. ആ തോന്നലുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് വാസന എന്ന് പറയുന്നത്. സംഗീതം വാസനയാണ്. ജനിച്ചു വീണ കുട്ടിക്ക് സഹജാവബോധമുണ്ട്, സംഗീത വാസന അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ കുട്ടി വലുതായി കഴിഞ്ഞാലേ ശിക്ഷണം കിട്ടി, വിശ്വാസങ്ങൾ ഉണ്ടായി, തിരിച്ചറിവുകൾ ഉണ്ടായി ഒക്കെ വരുമ്പോഴേ അയാൾക്ക് സംഗീതം വഴങ്ങുള്ളൂ. പക്ഷെ അയാളുടെ ഉള്ളിൽ വാസനയുണ്ട്, വാസന ഉറങ്ങിക്കിടക്കുന്നു. അപ്പോ ഈ വാസന എന്ന് പറയുന്നത് സഹജാവബോധത്തിന്റെ അകത്തുറങ്ങിക്കിടക്കുന്നതാണ്. അത് പിന്നീട് പൊങ്ങി വരും. അപ്പോ അവബോധം എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ ഫോം. ഈ വാസന എന്ന് പറയുന്നത് അതിന്റെ മുകളിലേക്ക്, അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഇന്റേണൽ ഫാക്കൽറ്റി, ആന്തരിക ശേഷിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ 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 ഓക്കെ